ഭക്ഷണം കഴിച്ചതിന് ശേഷം എഴുന്നേറ്റ് പോയപ്പോ അവരൊക്കെ ബാക്കി വെച്ച ഭക്ഷണം എല്ലാം എടുത്ത് തനിക്ക് കഴിയുന്നതൊക്കെ എടുത്ത് തന്റെ ഒരു പ്ലേറ്റിലേക്കിട്ട് അതെടുത്ത് തിന്നുന്നത് കണ്ടപ്പോ ചിലരെങ്കിലും ആശ്ചര്യമോ പരിഹാസമത്തോടെ നോക്കിയിട്ടുണ്ടാകാം. കുറച്ചു കഴിഞ്ഞ് ഈ എല്ലാവരുടെയും ബാക്കി വെച്ച ഭക്ഷണം എടുത്ത് കഴിച്ച ഈ ഒരു മനുഷ്യൻ നേതാക്കളായി കാണുന്നു. അവർ നമ്മയാണ് അനുസരിച്ച് ജീവിക്കുന്നത്, നമ്മളെയാണ് മാതൃകയാക്കുന്നത്. നമ്മുടെ പ്രവർത്തനം അവർക്ക് മാതൃകയാണ്. നമ്മൾ ഈ സമുദായത്തിലെ നേതാക്കന്മാരെന്ന് അവകാശപ്പെടുന്ന നമ്മൾ ഇപ്പോ ഭക്ഷണം കഴിച്ചു. നിങ്ങളെന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങൾ എന്തെങ്കിലും സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ടോ? എത്രമാത്രം ഭക്ഷണം വേസ്റ്റാക്കി നിങ്ങളൊക്കെ നമ്മളൊക്കെ എന്ന് പറഞ്ഞ് ബാപ്പുട്ടി ഹാജി ചെയ്ത ഒരു പ്രസംഗം ഓർത്തെടുക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ആരോടും ധൈര്യപൂർവ്വം നന്മ ഉപദേശിക്കുകയും നന്മ കാക്ഷിക്കുകയും സത്യത്തിന്റെ മുമ്പിൽ സധൈര്യം നിലനിൽക്കുകയും ഇഖ്ലാസോടുകൂടെ ജീവിതം രാത്രം പരിശ്രമിക്കുകയും ജീവിതത്തിൽ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന അപാരമായ സൂക്ഷ്മത പാലിക്കുകയും അതുപോലെ തന്നെ അമിതവ്യയം ചെയ്യാതിരിക്കുക. ജീവിതത്തിൽ താൻ ഉപയോഗിച്ച കാറ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ചുറ്റുപാടുകളിൽ കാറുകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഹാജിയാർ കാറ് മാറ്റിയില്ല എന്ന് മാത്രമല്ല, വാച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുട മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ദിവസം ഹാജിയാർ ക്ലാസ്സിൽ വന്നപ്പോ ഹാജിയാരെ കുറിച്ച് ഓർത്തെടുക്കുമ്പോ എന്താണ് ഏത് ക്രമത്തിലാണ് പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹാജിയാരെ എവിടെ സ്മരിക്കണം, ഏത് കൊണ്ട് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നറിയില്ല. ആ ജീവിതം മുഴുവനും അധ്യാപനങ്ങളായിരുന്നു, മാതൃകകളായിരുന്നു. അവിടുത്തെ ആ ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടമെങ്കിലും പിൻപറ്റാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ധന്യരാകും. അത്രയും മഹത്തായ ജീവിതമാണ് നമുക്ക് മുമ്പിൽ ജീവിച്ചു തീർത്തത്. ക്ലാസ്സിൽ കടന്നു വന്നപ്പോ ക്ലാസിന്റെ മുന്നിലുള്ള പുസ്തകങ്ങൾ വെക്കുന്ന അലമറകളിലെ പുസ്തകങ്ങളൊക്കെ അങ്ങോട്ട് ക്രമമില്ലാതെ അടുക്കും ചിട്ടയുമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം പിടിച്ച ബാപ്പുട്ടി ഹാജി മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കണം, നിങ്ങൾ കൃത്യത പുലർത്തണം, നിങ്ങൾ കൃത്യമായി അടുക്കും ചിട്ടയും കാണിക്കണം. എന്നിട്ട് ഹാജിയാർ പറഞ്ഞു, ഞാൻ ഉപയോഗിക്കുന്ന ഈ വാച്ച് 35 വർഷം പഴക്കമുള്ളത്, ഞാൻ ഉപയോഗിക്കുന്ന എന്റെ കുപ്പായത്തിൽ ബട്ടൺസ് ഉപയോഗിക്കാറില്ല, തന്റെ ജുബ്ബയിൽ ഒരു ചെറിയ സാരിപ്പിന്നാണ് ഉപയോഗിക്കുക. എന്നിട്ട് പറഞ്ഞു, ഇത് 24 വർഷം മുമ്പ്, കൃത്യമായ വർഷം എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, 20-ലധികം വർഷം എന്തായാലും പറഞ്ഞിട്ടുണ്ട്, വളപട്ടണത്തിൽ നിന്ന് ഞാൻ വാങ്ങിയ പിന്നാണ്. നമ്മൾ അശ്രദ്ധമായി വലിച്ചെറിയുന്ന ഒരു സാധനത്തെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് അത്ഭുതത്തോടെ നമ്മൾ ഓർത്തെടുക്കുക. ഇങ്ങനെ സൂക്ഷ്മത പാലിച്ച, അമിതവ്യയം ചെയ്യാതെ സമുദായത്തിന്റെ പണം തന്റെ കയ്യിലേൽപ്പിച്ച ആളുകളോട് അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയും അത് ചെയ്യുന്ന ആളുകളോട് കണക്ക് ചോദിക്കുകയും അതെല്ലാവരെയും കാര്യത്തിൽ നിഷ്കർഷ പുലർത്തുകയും ചെയ്ത, അള്ളാഹുവിൽ റജാഓടുകൂടെ ജീവിച്ച, അള്ളാഹുവിൽ ഇഖ്ലാസോടുകൂടി ജീവിച്ച, അള്ളാഹുവിനെ മാത്രം പേടിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ജീവിച്ച സമുദായത്തെ ഓർത്ത് കണ്ണീർ വാർക്കുകയും അവരുടെ നന്മക്ക് വേണ്ടി സ്വപ്നം കാണുകയും ആ ഒരു സ്വപ്ന പൂർത്തീകരണത്തിന് വേണ്ടി പ്രായോഗികമായ ശ്രമങ്ങൾ നടത്തുകയും വലിയ വിജയം വരിക്കുകയും ചെയ്ത, ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത വലിയ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരലോകത്ത് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അതുപോലത്തെ ധന്യരായ ആളുകളെ, ഉമറാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വീണ്ടും ഒരുപാട് അത്തരം ഉലമാക്കളെ സംഭാവന നൽകുമാറാകട്ടെ. അല്ലാഹു അത്തരം ആളുകളെ ഈ സമുദായത്തിന് നൽകുമാറാകട്ടെ. ഇനിയും മഹാനായ വന്യരായ ചെറുശ്ശേരി ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, ഉലമാ ഉമറാ എന്ന 2 വിഭാഗം. ഇതിൽ ഉലമാക്കളായ ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് വർഷങ്ങൾ ചെലവഴിച്ച് പഠിച്ചുണ്ടാക്കേണ്ടതാണ് ഉലമാക്കളുടെ ഇൽമ്, എന്നിട്ടാണ് അവർ ആലിമാകുന്നത്. മറിച്ച് ഉമറാ എന്ന വിഭാഗം, അമീർ എന്ന വിഭാഗം അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ തൗഫീഖാണ്. അത് നമ്മുടെ വാക്കുകൾക്ക് വിലയുണ്ടാവുക, കുറെ ആളുകൾ നമ്മളെ മാനിക്കുക, ആളുകൾ നമ്മളെ അമീറാക്കി വെക്കുക, നമ്മൾ ഒരുപാട് പഠിക്കുക. അമീർമാരുണ്ടാക്കുന്ന ഉസ്താദ് പറയും, തമാശയിൽ ഉസ്താദ്മാരെ പറയും, അത് ഉലമാക്കൾ ഉണ്ടാക്കുന്ന കോളേജ് ഉണ്ടാകും, പക്ഷെ അമീറന്മാരുണ്ടാക്കുന്ന കോളേജൊന്നും എവിടെ ഉണ്ടാവില്ല. അത് അള്ളാഹു നൽകുന്ന ഒരു തൗഫീഖും ഒരു പരീക്ഷണവുമാണ്. ആ തൗഫീഖ് ആളുകൾ താൻ പറഞ്ഞാൽ കേൾക്കും, താൻ പറഞ്ഞാൽ ചെയ്താൽ പ്രവർത്തിക്കാൻ പറ്റും, തനിക്ക് പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെ ചില ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ നൽകുന്ന ഒരു തൗഫീഖ് അള്ളാഹു നൽകുന്ന വലിയ തൗഫീഖാണ് ഇമാറത്ത് എന്നുള്ളത്, അമീറാവുക എന്നുള്ളത്, ഉമറാക്കളാവുക എന്നുള്ളത്. ആ തൗഫീഖിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ്. ആ ഒരു ദൗത്യത്തിൽ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന, സൂചിപ്പിക്കാൻ കഴിയുന്ന വന്യരായ ശംസുൽ ഉലമ പോലും ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടേക്ക് വരാറുണ്ടായിരുന്നു ഹാജിയരെ കാണാൻ. തന്റെ പേരക്കുട്ടിയെപ്പോലും കൈപിടിച്ചു കൊണ്ടുവന്ന് ഒരു ദിവസം മുഴുവനും ഇവിടെ ഇന്റർവ്യൂവിന് വേണ്ടി കാത്തിരുന്ന് ബാപ്പുട്ടി ഹാജിയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വലിയൊരു മനുഷ്യനാണ് ബാപ്പുട്ടി ഹാജി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ആദരണീയരായ ഉസ്താദിന്റെ ക്ലാസ് തുടങ്ങാനായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ നീട്ടി പറയുന്നില്ല. നമുക്ക് വേണ്ടി വളരെ ഗഹനമായ രീതിയിൽ വളരെ നമ്മോട് ഈ വിഷയം അനുസ്മരണ പ്രഭാഷണം നടത്തി തന്ന ഉസ്താദിന് എല്ലാവിധ കൃതജ്ഞതയും എല്ലാവരുടെയും വേണ്ടി രേഖപ്പെടുത്തുന്നു. പിന്നെ മൈക്ക് ആർക്കെങ്കിലും ഈ വിഷയമായിട്ട് പറയാനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മൈക്ക് റിലീസാക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മളെല്ലാവരും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമായിട്ട് അടുത്ത ലൈവ് പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. ഏതായാലും അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇന്ന് കാലം മുസ്ലിം സമുദായത്തിന്റെ വലിയ ഒരു ആശ പൂവണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നത്തിന് ചുക്കാൻ പിടിച്ച ബഹുമാന്യനായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപക നേതാവായ ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി അവറുകളെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നാനാ മേഖലകളിലുള്ള മാതൃകകളെക്കുറിച്ച് നമ്മോട് സംസാരിച്ച, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മോട് തന്റെ ചിന്തകൾ പങ്കുവച്ച ബഹുമാന്യനായ ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ കൂടിയായ ചെങ്ങന്നൂർ സുബൈർ ഹുദവി ഉസ്താദിന് എല്ലാവിധ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ലൈവ് പരിപാടി, നമ്മുടെ മങ്കൂസ് മൗലൂദിനെ കുറിച്ചുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് ബഹുമാന്യനായ ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതിന്റെ മുമ്പ് കൈ ഉയർത്തിയവർ സംസാരിക്കണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനനായ സുബൈർ ഹുദവി, അതുപോലെ അബ്ദുൽ ലത്തീഫ് ഹുദവി, എല്ലാവർക്കും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകർക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. മഹാനായ ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയുടെ ജീവിത വിശുദ്ധിയിലൂടെ പടുത്തുയർത്തിയിട്ടുള്ള മഹാമനീഷിയുടെ സ്മാരകം ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ഇത്തരം ഒരു പ്രോഗ്രാം വളരെ സമയോചിതമാണ്. വളരെ ഏറെ സന്തോഷത്തോടെ ഞങ്ങളെ പ്രവാസ ലോകത്തു നിന്നും, പ്രത്യേകിച്ച് ദാറുൽ ഹുദയുടെ സമ്മേളനമൊക്കെയായി ബന്ധപ്പെട്ട് പ്രചരണങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളൊക്കെ ആലോചിക്കുന്നതിനേക്കാളേറെ ഒരുപാട് ഉയരത്തിൽ പ്രവാസ ലോകത്ത് സ്ഥാപനത്തിൻ്റെ ദാറുൽ ഹുദയുടെ പ്രചരണങ്ങളും എല്ലാ ഭാഗത്തും, UAE-യിലും അതുപോലെ സൗദിയിലും മറ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങളിലും വളരെ ശക്തമായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ശിഷ്യ ഹുദവികൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തനങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ, ഒപ്പം ആഴ്ചയിൽ പലതവണയായി നമുക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് ക്ലാസുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ ബന്ധരായ അഡ്മിൻസ്, പ്രവർത്തകർ, അതുപോലെ ഉസ്താദ് സുബൈർ ഹുദവി പോലെയുള്ള എല്ലാ ഉസ്താദ്മാർക്കും പ്രവർത്തകർക്കും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദിന്റെ ക്ലാസ്സിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഉസ്താദ് സ്ഥലത്തെത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? മങ്കൂസ് മൗലിദ് എതിർക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ആദർശ പഠനവേദിയിൽ ഇന്ന് നമുക്ക് നടക്കാനിരിക്കുന്ന ക്ലാസ്. ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.